പന്തീരാങ്കാവിൽ ഇന്നലെ രാത്രി 9:30-ക്ക് ശേഷമുണ്ടായ അപകടത്തിൽ നളിനിയുടെ വീട് പൂർണ്ണമായും തകർന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വീട് പൂർണ്ണമായും തകർന്നു പോയി അല്ലേ? തകർന്നു, ഒന്നുമില്ല, ഒക്കെ തകർന്നു, ഓടും ഒന്നുമില്ല, ഒക്കെ അമർന്നുപോയി. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ? ഞാൻ 2 ദിവസമായിട്ട് മോളെടുത്തേ പോയി. എൻ്റെ ആങ്ങളെ ഇവിടെ ഉണ്ടായിനി. അവനിപ്പോൾ ആസ്പത്രിയിലാണ് പരിക്കേറ്റിട്ട്. എന്താ പറ്റിയേ? നെറ്റിക്കും തലക്കൊക്കെ മുറി പറ്റിക്കിന്. വീടിന്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നു? ഉള്ളിൽ കിടക്കേനി. ഓട് മരം വീണപ്പോ അതൊക്കെ വീണപ്പോ ഓട് തെറിച്ച് വീണതാ. എന്താ ചെയ്യാൻ? നിങ്ങൾ ആ വീട് മാത്രമല്ലേ ഉള്ളൂ, സഹായം കിട്ടാണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ആ വീട് മാത്രമേ ഉള്ളൂ, 3 സെന്റ് സ്ഥലം, ആ വീട് മാത്രമേ ഉള്ളൂ. എന്നെ ഞാൻ കണ്ടോലെ വീട്ടുപണിക്ക് പോയിട്ട് ഉണ്ടാക്കിയ വീടാണത്, ആരുണ്ടാക്കി തന്നതല്ല. എന്ത് ചെയ്യുന്ന തോന്നുന്നത്? എന്ത് ചെയ്യാൻ, ആരെന്റെ സഹായം കിട്ടിയായിരിക്കും. അത് നമ്മൾ വിചാരിക്കല്ലോ, ഞങ്ങളെക്കൊണ്ട് വീടുണ്ടാക്കാനൊന്നും കഴിയൂല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേനി 9:30 സമയമായിരിക്കും. അന്നേരം കറണ്ടില്ല, നല്ല മഴയും പെയ്യുന്നുണ്ട്. എത്രയായി സമയം എന്നുള്ളത് ഞാൻ സുമാർ പറയാണ്, 9:30 ആയിട്ടുണ്ടാവും എന്നുള്ളത്. വലിയ ശബ്ദത്തോടെ വലിയ ശബ്ദത്തോടു കൂടിയാണ്. ആദ്യം തന്നെ ഇതിന്റെ കമ്പി ഇങ്ങനെ ഇട്ടിട്ടീന്നൊരു ശബ്ദമാണ് കേട്ടത്. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറുമ്പോഴേക്കാണ് ഈ ഒച്ച കേട്ടത്. ഒച്ച കേട്ടോണ്ട് അയ്യോ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, പൊട്ടിയാലോ എന്ന് പറഞ്ഞ് ഞാനവിടെ ആർത്തോട്ടിട്ടാ. അവയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് ഓടി. വീടിന്റെ ഒരു റൂം മുഴുവനായി പോയിട്ടുണ്ട്. വീടിന്റെ ഒരു റൂമും അടുക്കള ഭാഗവും പോയിട്ടുണ്ട്. അടുക്കളയിൽ ഒന്നിനും ഇല്ലാതെ ഓടക്കെങ്ങാനും പൊട്ടിയിട്ട് അമർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ അറിയാം, അമർന്ന് നിൽക്കുന്നുണ്ട്. ഒന്നായിട്ട് ഇതായി പോയിക്കുന്നത്. ഇത് കുറേ ആയിട്ട് ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട്. കുറെ കാലമായി. വലിയ നാശനഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആണ്. അന്നേരം രാത്രി ആയതുകൊണ്ടാണ്. ഇന്നലെ രാത്രി 9:45 10 മണിയാകുമ്പോൾ അടുത്തുള്ള ടീച്ചർ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒന്നായിട്ട് സുരക്ഷാ ഭിത്തി തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു അംഗൻവാടിക്ക്. അപ്പോൾ ഒന്നായിട്ട് ഇരുട്ടാണ്, ഒന്നും അറിയുന്നില്ല. കുറച്ച് സമയം തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അംഗൻവാടിൻ്റെ ബാക്ക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ള, പിന്നെ ബന്ധപ്പെട്ടവരെ വാർഡ് മെമ്പറെ അറിയിച്ചു, സൂപ്പർവൈസറെ അറിയിച്ചു, CDPO അറിയിച്ചു. കുട്ടികളെ ഇരുത്തണ്ട എന്നുള്ള നിർദ്ദേശം CDPO തന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണിത്. ഇതൊരു വിള്ളൽ സംഭവിച്ചു. സാധാരണ രീതിയിൽ ഈ വിള്ളൽ ഒരു സെൻറ്റിമീറ്റർ വിള്ളലുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടായാൽ, ഇത് വിള്ളലിൻ്റെ അകലം കൂടിക്കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മല്ലയ്യ എന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്. ആ മല്ലയ്യ എന്ന എഞ്ചിനീയറെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങേര് പറഞ്ഞത് ഇത് സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ക്ലിയറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, 1.5 അടി വീതിയിലുള്ള റിട്ടേൺ വാളാണ്. ഈ 1.5 അടി വീതിയുള്ള റിട്ടേൺ വാളിൽ ആകെ ഇട്ടിരിക്കുന്ന കമ്പി 8 mm കമ്പിയാണ്. ചുരുങ്ങിയത് 16 mm കമ്പി ഇടേണ്ട സ്ഥാനത്താണ് 8 mm കമ്പി ഇട്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ നിർമ്മാണം മാത്രമല്ല, അതിൻ്റെ പിന്നെ ഇവരെ ഈ എഞ്ചിനീയർമാരെ ഒരു ശ്രദ്ധ ഇതിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എഞ്ചിനീയർമാരെ കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്തു കൊടുത്തൊരു പരിപാടിയാണ്. ഇത്രയും ഹൈറ്റിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഈ ഹൈറ്റിൽ ഇവിടെ റിട്ടേൺ വാൾ ചെയ്യുമ്പോൾ അതിന് പാലിക്കേണ്ട നിബന്ധനകളൊന്നും പാലിച്ചില്ല. സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടിങ് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അതും ചെയ്തില്ല. ഇത് ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്, അതായത് ഓരോ സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ റിട്ടേൺ വാളും അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സർവീസ് റോഡിൻ്റെ പകുതി വെച്ചിട്ട് വിള്ളൽ വായിച്ചിട്ടുണ്ട്. ഇനി മഴ ഇങ്ങനെ കൂടി വെക്കുകയാണെങ്കിൽ ആ വിള്ളലിനുള്ളിൽ കൂടെ മഴവെള്ളം ഇറങ്ങി വീണ്ടും വലിയൊരു അപകടം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട്, അതുപോലെ തന്നെ അങ്കണവാടി ഉണ്ട്. ഇതൊന്നും ഇനി അടുത്ത 2 മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. വീടല്ല, ഞാൻ ഈ ഗുരുമന്ദിരത്തിൻ്റെ SDPO പ്രസിഡന്റാണ്. ഗുരുമന്ദിരത്തിന് പ്രശ്നം ഉണ്ടാവുമോ? അതേ പ്രശ്നത്തിലേക്കാണ് ഞങ്ങളെ സംശയം അവിടേക്കാണ് നിൽക്കുന്നത്. അതായത് മെനിയാന്ന് മുതൽക്ക് ഇങ്ങനെ ചെറിയ വെള്ളിച്ച കണ്ടപ്പോൾ ഒരു എഞ്ചിനീയർ എന്താ മല്ലയ്യ എന്ന് പറഞ്ഞ ആളിവിടെ വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് ആരോട് പറഞ്ഞു. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിമെൻറ്റ് ഗ്രൗട്ട് ഒഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാനിവിടെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന്, അതായത് സിമെൻറ്റ് ഗ്രൗട്ട് ഒഴിച്ചിങ്ങാണ്ട് ഇതാക്കിനാണ് നിങ്ങൾ ആരും നിൽക്കരുത്, നാട്ടുകാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നിട്ട് ആ പണി തടസ്സപ്പെടുത്തണമെന്ന്. അതായത് എന്താ വെച്ചാൽ മറ്റു ഓലായി ചെയ്ത് പോവും. അപ്പോൾ അത് പറഞ്ഞാണ്ട് ഇന്നേക്ക് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ രാത്രി ഒരുപാട് കാലം ആവശ്യം ഇത് പലതവണ ആവശ്യപ്പെട്ടാണ് ഇതിൻ്റെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഹൈറ്റിൽ ഇവിടെ ഇത് അനുയോജ്യമല്ല എന്നുള്ളത്. അപ്പോൾ ഒരു പറഞ്ഞത് ഹൈറ്റ് കുറച്ചിട്ട് ഇതിൻ്റെ ഈ ഹൈറ്റ് വരെയാണ് ഒരു ഉദ്ദേശിച്ച് പറഞ്ഞത്. ആ ഹൈറ്റ് മാറി പിന്നീട് നമ്മളില്ലാത്ത സമയത്താണ് ലൈറ്റ് കൂട്ടിങ്ങാട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിങ്ങാട്ട് ഇതിന് വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്.
അതിപ്പോൾ നമ്മൾ അംഗനവാടികൾ, അതുപോലെ അമ്പലം, ഇവിടുത്തെ വീട്, ഇതിനൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഒരാൾക്ക് ഇന്നലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ ചികിത്സാ ചെലവ്, അതുപോലെ വീടിൻ്റെ നിർമ്മാണം, അംഗനവാടിയുടെ നിർമ്മാണം ഒക്കെ അവർ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം. ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രൂപത്തിലുള്ള വർക്കുകളായിരിക്കണം നടക്കേണ്ടത്.